അവയവയോടെ മണഹബാനിൽ ഒരു പ്രകാശം തെളിയുന്നു. മക്കയുടെ ഹൃദയത്തിൽ ജനിച്ച് അവൻ ലോകത്തെ പ്രകാശിപ്പിച്ചു. അവനാൽ അമീൻ, വിശ്വസ്തനും സത്യവാനും. ഞങ്ങളെ ജ്ഞാനത്തോടെ നയിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന എല്ലാറ്റിലും മസ്ജിദ് അൽ നബവി, പ്രവാചകന്റെ പ്രണയം സമീപമുള്ളിടത്ത്. പച്ച ഗുംബദിന്റെ നിഴലിൽ ഞങ്ങൾ അവനെ അഴത്തിൽ സ്നേഹിക്കുന്നു. മസ്ജിദ് അൽ ഹറാം, കാബ ഉയർന്നു നിൽക്കുന്നിടത്ത്. വിശ്വാസത്തിന്റെ പ്രതീകം അല്ലാഹുവിന്റെ വിളി നമ്മെല്ലാവർക്കും. അവൻ സഫാ മലയിൽ നിന്നു മുകളിൽ നിന്ന് സന്ദേശവുമായി ജനങ്ങളെ സ്നേഹത്തിന്റെ പാതയിലേക്ക് വിളിച്ചു. അധമമായ അതിക്രമങ്ങൾക്ക് നേരെ അവൻ ഭയം കാണിച്ചില്ല. ത്വായിഫിൽ ക്ഷമിച്ചു, ഓരോ കണ്ണുനീരും തുടച്ചു. മദീനയിൽ അവൻ സമാധാനവും കൃപയും നിറഞ്ഞ ഒരു സ്ഥലം പണി കഴിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളും അവരുടെ വിശുദ്ധ സ്ഥലം കണ്ടെത്തിയിടത്ത് കരുണ നിറഞ്ഞ ഹൃദയത്തോടെ അവൻ നമ്മെ പാത കാട്ടി. സമാധാനത്തിൽ ജീവിക്കാൻ ഒരിക്കലും തെറ്റുപോകരുതെന്ന്. മസ്ജിദ് അൽ നബവി, പ്രവാചകന്റെ പ്രണയം സമീപമുള്ളിടത്ത്. പച്ച ഗുംബദിന്റെ നിഴലിൽ ഞങ്ങൾ അവനെ ആഴത്തിൽ സ്നേഹിക്കുന്നു. മസ്ജിദ് അൽ ഹറാം, കാബ ഉയർന്നു നിൽക്കുന്നിടത്ത്. വിശ്വാസത്തിന്റെ പ്രതീകം അല്ലാഹുവിന്റെ വിളി നമ്മെല്ലാവർക്കും. ബദ്രിന്റെ യുദ്ധത്തിൽ തന്റെ ഹൃദയത്തിൽ വിശ്വാസത്തോടെ അവൻ വിശ്വാസികളെ നയിച്ചു. തന്റെ പങ്ക് നിർവഹിച്ചു. പ്രാർത്ഥനയുടെ ശക്തിയോടെ, അല്ലാഹുവിന്റെ ശക്തിയിൽ വിശ്വാസത്തോടെ അവൻ ലോകത്തിൻ നീതിയും നന്മയും എന്തെന്ന് കാണിച്ചു. പ്രവാചകന്റെ വ്യക്തിത്വത്തിന്റെ ആഴവും രണ്ട് പള്ളികളുടെ വിശുദ്ധതയും പ്രതിഫലിപ്പിക്കുന്ന ഒരു ആലോചനയാണ്. വ്യസനത്തിന്റെ വർഷത്തിൽ അവൻ തന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. എന്നാൽ അവൻ തിളങ്ങുന്ന സൂര്യനെ പോലെ മുന്നോട്ട് പോയി. ഇസ്രയേൽ രാത്രിയിൽ അവൻ ആകാശത്തേക്ക് യാത്ര ചെയ്തു. മസ്ജിദ് അൽ അഖ്സയിലേക്ക് നമ്മുടെ കണ്ണിലൊരു അത്ഭുതം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവന്റെ പാരമ്പര്യം നിലനിൽക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയിലും സന്ധ്യയിലും പുലരിയിലും അവന്റെ ജീവിതം ഞങ്ങളുടെ കമ്പാസ് ആണ്. അവന്റെ വാക്കുകൾ ഞങ്ങളുടെ വഴികാട്ടിയാണ്. പ്രവാചകന്റെ വഴിയിൽ ഓരോ പടിയും എടുക്കുന്നുവി. പ്രവാചകന്റെ പ്രണയം സമീപമുള്ളിടത്ത്. പച്ച ഗുംബദിന്റെ നിഴലിൽ ഞങ്ങൾ അവനെ ആഴത്തിൽ സ്നേഹിക്കുന്നു. മസ്ജിദ് അൽ ഹറാം, കാബ ഉയർന്നു നിൽക്കുന്നിടത്ത്. വിശ്വാസത്തിന്റെ പ്രതീകം അല്ലാഹുവിന്റെ വിളി നമ്മെല്ലാവർക്കും. ഓരോ ശ്വാസത്തോടും നാം സമാധാനവും സ്നേഹവും വഹിക്കുന്നു. മുകളിൽ നിന്ന് ഞങ്ങളെ നയിക്കുന്ന പ്രവാചകനിലേക്ക്. മസ്ജിദ്